അതെ, ആർക്കാ മോശം? എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹമായിട്ട് നടക്കുകയല്ലേ ഇപ്പം. തരൂരിന് കഴിവില്ലേ? ഇവർ പലരേക്കും, തരൂരിൻ്റെ പേര് പോലും ആരും പറയുന്നില്ലല്ലോ. പിന്നെ പലരേക്കാളും എത്രയും മിടുക്കനാണ്. ഭരണകാര്യത്തിലാണെങ്കിലും അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും തരൂർ വളരെ മിടുക്കനാണ്. പിന്നെ കോൺഗ്രസിനകത്ത് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. നടന്നിട്ട് വല്ല കാര്യം ഉണ്ടാവില്ല. ആരെങ്കിലും വല്ലയിടത്ത് എത്തുക. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിട്ട് വേണ്ട ഇവിടെ ഭരിക്കാൻ. ഞാൻ പണ്ടും പറഞ്ഞതാണ്, അത് ഇനിയും ഞാൻ ശക്തമായിട്ട് ആവർത്തിക്കുകയാണ്. അടുത്ത ഭരണവും പിണറായിയുടെ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം കിട്ടും. യാതൊരു തർക്കമില്ല. നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കുമെങ്കിൽ അന്ന് എന്നോട് ചോദിച്ചാൽ മതി. ഇടതുപക്ഷത്തിന് നിങ്ങൾ രാഷ്ട്രീയം പഠിച്ചാൽ മതി, ഇവിടുത്തെ സാമൂഹിക സത്യങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിമരം ഇല്ലാതെ സാമൂഹിക സത്യങ്ങൾ തുറന്ന് കാണുകയും ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്താൽ ഇനി ഇടതുപക്ഷം ഇവിടെ ഭരണത്തിൽ വരുമെന്നുള്ളത് 100% സത്യമാണ്. അത് UDF-നും അറിയാം. അതുകൊണ്ട് അവർ മരണപ്പാച്ചിലല്ലേ ഇപ്പോൾ, എങ്ങനെ ആയതും പിടിക്കാറക്കാൻ വേണ്ടിയിട്ടുള്ള മരണപ്പാച്ചിലാണ്. ആ മരണപ്പാച്ചിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതിനുള്ള മരണപ്പാച്ചിലും തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനി ഒരു കൊല്ലത്തിന് സംതിങ് ഉള്ളെന്ന് തോന്നുന്നു. ഏതായാലും ശക്തമായ മുന്നേറ്റം ഇന്ന് ഇടതുപക്ഷം പല മേഖലയിൽ നടക്കുന്നുണ്ട്. വേണ്ടത്ര സഹായം സെൻട്രലിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം അവർക്കുണ്ട്. അത് ചില കാര്യങ്ങളെല്ലാം ശരിയാണ്, അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും. കാരണം BJP ഭരിക്കുന്നിടത്ത് BJP ഗവൺമെൻറ് കൂടുതൽ കൊടുക്കും. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നിടത്ത് BJP ഭരണം സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാനൊക്കെ കൊടുക്കില്ല. എന്തെല്ലാം കൊടുക്കാതിരിക്കാനൊക്കെ അതവർ നോക്കും. പിന്നെ കൊടുക്കാവുന്നത് കൊടുക്കും. അതുകൊണ്ടല്ല ഇപ്പോൾ തന്നെ കൊടുത്തില്ലേ, ഏതാണ്ട് 500 കോടിക്ക് മേൽ കൊടുത്തു. അത് 31-ാം തീയതിക്ക് മുമ്പ് തീർക്കണം. കാരണം കുന്തം വിഴുങ്ങുകയും വേണം, വട്ടം വിഴുങ്ങുകയും വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇത് വട്ടം വിഴുങ്ങാൻ കൊടുത്തിരിക്കുകയാണ്, വിഴുങ്ങാനൊക്കെ ഒക്കുകയില്ല. അതല്ല, ഇതിനകത്ത് പല രാഷ്ട്രീയമുണ്ട്. ഈ ഗവൺമെൻറ് BJP ഗവൺമെൻറ് എതിർക്കും. അപ്പോൾ BJP ഗവൺമെൻറ് ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാനുള്ള മാർഗം എവിടെ എല്ലാം ഉണ്ടോ അതവർ നോക്കും. അത് രാഷ്ട്രീയമാണ്.